ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ആംബുലൻസ് ആയിട്ടാണ് വന്നേക്കുന്നത്. ഇതൊരു ആംബുലൻസ് ആണ്. പിന്നെ കൊറോണ വേർഷൻ ആംബുലൻസ് ആണ്. നമ്മളിവിടെ വണ്ണിൽ ഞെക്കുമ്പോൾ നമുക്കിതിൻ്റെ ഉള്ളിൽ ആളെ കളയാൻ പറ്റും. പിന്നെ 2ൽ ഞെക്കുമ്പോൾ നമ്മുടെ സ്ട്രക്ചർ പുറത്തോട്ട് വരും. 3ൽ ഞെക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബാക്ക് ഡോർ തുറന്നു വരും. പിന്നെ നമ്മൾ ഡോർ ഓപ്ഷനിൽ ഞെക്കുമ്പോൾ ഈ രണ്ട് ഡോറും തുറന്നു വരും. പിന്നെ നമ്മൾ മെയിൻ എമർജൻസി സൈറൺ ലൈറ്റ് ഒക്കെ തെളിയത്തുള്ളൂ, അല്ലാണ്ട് ഒരു ലൈറ്റ് ഓപ്ഷൻ ഇതിനില്ല. പിന്നെ ഹോണൊക്കെ സാധാരണ രീതിയാണ്. ഇനി ഇതിൻ്റെ ഡ്രൈവിങ്ങിലേക്കാണ് പോകേണ്ടത്. അപ്പം നമുക്ക് എല്ലാ ഡിജിറ്റും ഡിസേബിൾ ചെയ്യാം. ഇനി ഡ്രൈവിങ്ങിലോട്ടാണ് വരുന്നത്. നല്ലൊരു വണ്ടിയാണ്. ഇത് ഇതിൻ്റെ ക്രിയേറ്റേഴ്സ് നല്ലതായിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പം നമുക്കിതിൻ്റെ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ നല്ല സ്പീഡിൽ പോകും കേട്ടോ. അത്യാവശ്യം നല്ല സ്പീഡ് കയറുന്ന വണ്ടിയാണ്. നല്ല സ്പീഡും ഉണ്ട്. അത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്. നല്ല സ്പീഡുണ്ട്. നമുക്ക് ഇപ്പോൾ സ്പീഡ് കയറാൻ പറ്റിയൊരു റോഡല്ല, കുറച്ച് ഓഫ് റോഡാണ്. അതുകൊണ്ട് സ്പീഡ് കയറാൻ പറ്റത്തില്ല. എന്നാലും പറ്റുന്ന പോലെ ഞാനൊന്ന് കാണിച്ചു തരാം. നല്ല സ്പീഡുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് കൊടുത്തത് 250 വരെയാണ് ഇതിൻ്റെ സ്പീഡ് ലിമിറ്റ് എന്നാണ് ക്രിയേറ്റേഴ്സ് പറയുന്നത്. 250 കയറും കേട്ടോ. 250 വരെയാണ് ഇതിൻ്റെ സ്പീഡ് ലിമിറ്റ്. പിന്നെ നമുക്ക് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണണമെങ്കിൽ. പിന്നെ നിങ്ങൾക്ക് ഇനി ഏതാ വണ്ടി വേണ്ടതെന്ന് പറഞ്ഞാൽ കമൻറ്റും ചെയ്യണം. അത്യാവശ്യം നല്ല വണ്ടിയാണ് കേട്ടോ. അത് നല്ല സ്പീഡും നല്ല കൺട്രോളിങ്ങും ഒക്കെ ഉള്ള വണ്ടിയാണ്. എൻ്റെ കെയർലെസ് മിസ്റ്റേക്ക് കാരണമാണ് അത് ഇടിച്ചത്. നല്ലൊരു വണ്ടിയാണ് കേട്ടോ. അത്യാവശ്യം നല്ല വണ്ടിയാണ്. പിന്നെ അതിൻ്റെ ബോണറ്റ് നമുക്ക് തുറക്കാൻ കഴിയില്ല. അതെന്താണെന്ന് അറിയത്തില്ല. ക്രിയേറ്റേഴ്സിനോട് ചോദിച്ചാണ് കഴിയത്തില്ലെന്നാണ് പറഞ്ഞത്. ഇവിടെ വണ്ടിയൊക്കെ ഇടിച്ച് കിടപ്പുണ്ട്. നമുക്കിങ്ങനെ നല്ലൊരു ഇതാട്ടോ. ഇതിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം നല്ലതാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിലോട്ട് വരികയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഓക്സിജൻ്റെ സംഭവമുണ്ട്. പിന്നെ ഇവിടെ എന്തോ മെഷീനുണ്ട്. ഈ മെഷീൻ എന്താണെന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഒരു മെഷീനുണ്ട്. പിന്നെ വേറെന്തോ ECG മെഷീനുണ്ട്. കുറേ മെഷീനുണ്ട് കേട്ടോ. പിന്നെ ഒരു രോഗിയും ഒരു ചേട്ടനും കൊച്ചും ഒരു ചേച്ചിയും പിന്നെ ഒരു കുഞ്ഞ് കൊച്ചു ചേച്ചിയുടെ ഇരിപ്പുണ്ട്. ഇത്രയും പേരാണ് ആംബുലൻസിൻ്റെ ഉള്ളിലുള്ളത്. പിന്നെ നമ്മുടെ ഫ്രണ്ടിൽ ഡ്രൈവറും ഉണ്ട്. ഇതൊരു കൊറോണ വേർഷനാണ്. ഇത്രയൊക്കെ ഈ വണ്ടിയുടെ ഫീച്ചേഴ്സ് ഉള്ളൂ. നമുക്ക് ഡ്രൈവിംഗ് എന്നോടെ നോക്കുകയാണെങ്കിൽ നല്ല ഡ്രൈവിംഗ് കേട്ടോ. നല്ല കൺട്രോളൊക്കെ കിട്ടും. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ട വണ്ടിയാണ്. ഇനി നമുക്ക് ഉള്ളിലത്തെ ഇൻറ്റീരിയറിലേക്ക് പോവാം. ഉള്ളിലത്തെ ഇൻറ്റീരിയർ എന്ന് പറയുമ്പോൾ ഇവിടെ സ്പീഡോമീറ്റർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഫോൺ പോലത്തെ സാധനം, മാപ്പിന്, പിന്നെ മറ്റേ റേഡിയോ, ഗിയറ്. വലിയ കാര്യമായിട്ട് ഇൻറ്റീരിയർ വർക്ക്സ് ഒന്നും ഇല്ല ഇതിന്. ചെറുതായിട്ടൊക്കെ ഉള്ളൂ. പിന്നെ ബാക്കിയെല്ലാം നമ്മുടെ സാധാരണ തന്നെയാണ്. പിന്നെ വൈപ്പർ ഇങ്ങനെ കേട്ടോ. വൈപ്പറൊക്കെ നോർമൽ രീതി തന്നെയാണ്. വേറെ പുതിയ വേർഷൻസ് ഒന്നുമില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഈ വണ്ടീനെ പറ്റി. ഇത് നല്ല വണ്ടിയാണ്. നിങ്ങൾക്ക് ഈ വണ്ടി എടുക്കണമെങ്കിൽ ഹരിവെബ്സ്